യൂണിഫോം കണ്ടിന്യൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തിയറംസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചും അതേപോലെ ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ വെച്ചും അപ്രോക്സിമേറ്റ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷന് വളരെ ക്ലോസ് ആയിക്കൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. അതേപോലെ വളരെ ക്ലോസ് ആയിക്കൊണ്ട് പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനു മുമ്പ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എ ഫംഗ്ഷൻ വിച്ച് ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ്. അപ്പൊ ഏത് ഇന്റർവെലിന് ഏത് ഇന്റർവെലിനോട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ ആ ഫംഗ്ഷൻ എടുക്കുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇതാണ്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഒരു പർട്ടിക്കുലർ എയുടെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ് ആൻഡ് റൈറ്റ് സൈഡിലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം f is a function from r to r defined by f of x is equal to 0 when x is less than or equal to a and 1 when x is greater than a. So it's a unit step function. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ. ഇതേപോലെ വേറൊന്ന് ഡിഫൈൻ ചെയ്യുന്നു f from 0 to 5 to r by f of 4 to 5 ൽ 5. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും കറക്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരും. ആൻഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ ഫംഗ്ഷൻ എടുക്കുന്നുള്ളൂ. ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു കേസ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ എന്ന് വിളിച്ചിരുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അല്ല എടുക്കുന്നത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും എഗെയിൻ അതിന്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷനുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോവാം. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. നോക്കൂ, ആദ്യത്തെ തിയറം, let I be closed bounded interval and f from I to r be continuous. Again, uniform continuity theorem. A closed bounded interval define ചെയ്തിരിക്കുന്ന continuous function is clearly uniformly continuous. So f is a uniformly continuous function and defined on I എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ closed interval a b നിർത്താം. If epsilon greater than 0, then there exists a step function s epsilon from I to r such that ഈ f of x ഉം s epsilon of x എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് വെരി 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 സ്മോൾ, അല്ലെങ്കിൽ എപ്സിലോണിനേക്കാൾ ചെറുതാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ f of x നുമായിട്ട് വളരെ ക്ലോസ് ആയിക്കൊണ്ട് നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടുത്തെ തിയറം. അല്ലെങ്കിൽ f of x നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം യൂസിങ് ദാറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നിയർലി ഈക്വൽ ടു ദാറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയി. അപ്പൊ എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആദ്യം ഞാൻ ഗ്രാഫിക്കലി പറയാണ്. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ കിടക്കുന്നു വിചാരിക്കുക. ഇൻ ദ ഇന്റർവെൽ a to b. ഈ f of x യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഞാൻ ഈ a to b എന്ന് പറഞ്ഞ ഇന്റർവെലിനെ സബ്ഡിവൈഡ് ചെയ്തു പല ഇന്റർവെൽസ് ആയിട്ട്, സോ ദാറ്റ് the width is less than delta. ഇവിടുന്ന് ഈ ഡെൽറ്റ വരുന്നത് ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവില്ല. ആ ഡെൽറ്റയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ. അപ്പൊ അതിനേക്കാൾ ചെറുതാവുന്ന രീതിയിൽ ഈ ഇന്റർവെലിന്റെ ലെങ്ത് അതിനേക്കാൾ ചെറുതാവുന്ന രീതിയിൽ ഞാൻ ഇതിനെ സബ്ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഇന്റർവെലിനും ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഇന്റർവെലില് ഏത് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ ഇതിനെ ഞാൻ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. അതായത് എസ് എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഹൈറ്റ് ഇപ്പൊ കെ ആണെങ്കിൽ കെ എന്ന് ഞാൻ എടുക്കുന്നു. അപ്പൊ അത് ഓരോ ഇന്റർവെലിനും ഓരോ വാല്യൂസ് അല്ലേ വരിക. അപ്പൊ ഇവിടെ എസ് എപ്സിലോൺ ഈ ഇന്റർവെൽ ഓരോ പോയിന്റും എസ് എപ്സിലോണിന്റെ വാല്യൂസ് ഈ ഹൈറ്റ്, അതേപോലെ ഈ ഇന്റർവെല്ലില് ഈ ഹൈറ്റ്, ഈ ഇന്റർവെല്ലില് ഈ ഹൈറ്റ്, ഇങ്ങനെ ഓരോ ഇന്റർവെല്ലും. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും f of x minus s epsilon of x ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. കാരണം യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ പ്രകാരം ഈ ഇവിടെ ഉള്ള ഏത് രണ്ട് പോയിന്റ്സിന്റെയും ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ f of x minus s epsilon of x ലെസ് ദാൻ ഏതിലേക്ക് വരും, എപ്സിലോണിലോട്ട് വരും.
അപ്പൊ ഇനി എങ്ങനെ പ്രൂഫ് കൊണ്ടുപോകാന്നുള്ളത് നോക്കാം. Let I is equal to ഞാൻ ക്ലോസ് ഇന്റർവെൽ എ ബി എന്ന് എടുക്കുന്നു. Since f is continuous on closed interval a b by uniform continuity theorem, f is uniformly continuous. F uniformly continuous ആണ്. F uniformly continuous ആണ്. ഇനി നമ്മൾ എപ്സിലോൺ എടുക്കുകയാണ്. So for epsilon greater than 0, uniformly continuous ഫംഗ്ഷന്റെ കേസിൽ നമുക്കറിയാവുന്നതാണ്. For epsilon greater than 0, there exists delta greater than 0 such that modulus of f of x minus f of u is less than epsilon whenever modulus of x minus u is less than delta. ഡെൽറ്റയേക്കാൾ ചെറുതായിട്ട് വരുന്ന ഡിഫറൻസ് ഡെൽറ്റയേക്കാൾ ചെറുതായിട്ട് വരുന്ന ഏത് രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏതിനേക്കാൾ ചെറുതാവും? എപ്സിലോണിനേക്കാൾ ചെറുതാവും. ഓക്കെ, നൗ choose m belongs to n such that b minus a by m is less than delta. ഇനി അങ്ങനെ ഒരു m എക്സിസ്റ്റ് ചെയ്യോ? ഷുവർ ആയിട്ട്, കാരണം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതിനേക്കാൾ ഇപ്പുറത്തായിട്ട് ഏത് പോസിബിൾ ആണ്? ഒരു 1/m പോസിബിൾ ആണ് ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. സോ എന്തായാലും ഇവിടെ നമുക്ക് റീസൺ എഴുതാം. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എം എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ശരി, ബി മൈനസ് എ ബൈ എം. എന്തിനാണ് ഞാൻ ഈ ബി മൈനസ് എ ബൈ എം? ബി മൈനസ് എന്ന ഈ ലെങ്ത് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ എം വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന് എം ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ ആ ഓരോ ഇന്റർവെലിന്റെ ലെങ്ത്തും ഏതിനേക്കാൾ ചെറുതാവുന്ന രീതിയിലാണ് ഡെൽറ്റനേക്കാൾ. ഡിവൈഡ് ക്ലോസ് ഇന്റർവെൽ എ ബി ഇൻടു m non-overlapping intervals. ആ ഇന്റർവെൽസിലെ വിഡ്ത്ത് നമുക്ക് h എന്ന് വിളിക്കാം. ലെറ്റ് b minus a by m അല്ലേ വിഡ്ത്ത് വരിക, and b minus a by m is less than delta, so our width is less than delta. Then the intervals ഇങ്ങനെ വരും. ഏതൊക്കെ ഇന്റർവെൽസ്? I1 എന്നുള്ള ഇന്റർവെൽ നമുക്ക് എടുക്കാം a plus h, and I2 എന്ന് പറഞ്ഞ ഇന്റർവെൽ ഞാൻ a plus h ക്ലോസ് ഇന്റർവെൽ തന്നെ എടുക്കാം. and I2 എന്ന് പറഞ്ഞ ഇന്റർവെൽ അപ്പോൾ പിന്നെ a plus h വേണ്ട, a plus 2h and you have closed. ഇങ്ങനെ പോയിട്ട് ik is a plus k minus 1h, a plus kh, and so on. Now, for x belongs to closed interval a b, x closed interval a b എടുത്താൽ then x belongs to ik for some k. x നമ്മൾ ആ മൊത്തം ഇന്റർവെലിനെ ഡിവൈഡ് ചെയ്യുന്നു. ക്ലോസ് ഇന്റർവെൽ എ ബിനെ പല 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 ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഞാൻ ഇതിനെ ik എന്ന് വിളിക്കുകയാണ്. ഇവിടെ ഉണ്ട് നമ്മുടെ ഫംഗ്ഷൻ f of x, and ik എന്ന് പറഞ്ഞാൽ a plus k minus 1h and a plus kh ആണ് ഈ ഇന്റർവെൽ വരെ. ഓക്കെ, അപ്പൊ x belongs to closed interval a b എടുത്ത് കഴിഞ്ഞാൽ x ഏതോ ഒരു ik വരും. Now define
എസ് എപ്സിലോൺ, കാരണം നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ വേണമെന്നുള്ളതാണ്. എസ് എപ്സിലോൺ ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ ഡിഫൈൻ ചെയ്യുന്നു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് is equal to f of a plus kh for all x belongs to I, and where k is equal to 1, 2, 3 etc. Yeah. നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഐക്കയിലെ ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എസ് എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച്. അതായത് രണ്ടാമത്തെ ഇതാണ് എ പ്ലസ് കെ എച്ച്, അവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ള ഓരോരുത്തർക്കും ഇമേജ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് കെ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അതായത് I1 ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന വാല്യൂ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ I2 ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും എഫ് ഓഫ് എ പ്ലസ് 2h എന്ന് പറഞ്ഞ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഐക്കയിലെ ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാ എക്സിനും ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ക്ലിയർലി എസ് എപ്സിലോൺ ഇസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ, കാരണം സ്റ്റെപ്പായിട്ടാണ് ഡിഫൈൻ ചെയ്തത്. ഇനി ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ആ എക്സ് ഒരു ഐക്കയിലുണ്ടാവും. ആ ഐക്കയുടെ എൻ പോയിൻ്റാണ് എ പ്ലസ് കെ എച്ച്. സോ എക്സും എ പ്ലസ് കെ എച്ചും ഒരു ഐക്കയിലുണ്ടെങ്കിൽ ഐക്കേൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ പ്ലസ് കെ എച്ച് എന്നുള്ളത് ലെസ് ദാൻ ഡെൽറ്റയാണ്. പിന്നെ നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്. എക്സും യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ ചെറുതാവുന്ന സമയത്ത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവും. സോ ദാറ്റ് ഇംപ്ലൈസ്, അല്ലെങ്കിൽ ഫ്രം 1 we get modulus of f of x minus f of a plus kh is less than epsilon. Now what is f of a plus kh? f of a plus kh another s epsilon of x. So modulus of f of x minus s epsilon of x is less than epsilon. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം f of x minus epsilonന്റെയും f of x plus epsilonന്റെയും ഇടയ്ക്കായിരിക്കും ഈ പറഞ്ഞ s epsilon of x എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതൊന്ന് മോഡുലസിന്റെ പ്രോപ്പർട്ടി വെച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ കിട്ടും. അതായത് s epsilon of x എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ f of x minus epsilon and f of x plus epsilon. അതായത് epsilon is very 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 small quantity ആണ്. അപ്പോൾ ഈ f of x ന്റെ എപ്സിലോൺ ഡിഫറൻസിന്റെ ഇടയിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There is a step function as epsilon very very close to f of x. അപ്പോൾ അത് എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ്. സോ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും there is a delta. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിനെ സബ്ഡിവൈഡ് ചെയ്യുന്നു. സബ്ഡിവൈഡ് ചെയ്ത് എത്ര ഇന്റർവെൽസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് വിഡ്ത്ത് ഓഫ് ഈച്ച് ഇന്റർവെൽ ലെസ് ദാൻ ഡെൽറ്റ വേണം. അതിനായിട്ട് നമ്മളൊരു എം ചൂസ് ചെയ്തു. ആ എം എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ബി മൈനസ് എ ബൈ എം അല്ലേ വിഡ്ത്ത് ഓഫ് ഇന്റർവെൽ വരിക. അത് ഡെൽറ്റനേക്കാൾ ചെറുതാവുന്ന രീതിയിൽ എം ചൂസ് ചെയ്യുന്നു. അങ്ങനെ എം എക്സിസ്റ്റ് ചെയ്യും ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. ആ വിഡ്ത്തിനെ നമ്മൾ എച്ച് നിർത്തും. സോ എച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. സോ ആ വിഡ്ത്തിലെ ഓരോ ഇന്റർവെല്ലിലും ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. സോ അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇതിനേക്കാൾ ചെറുതായിരിക്കും, എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. അവിടെ നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ഏത് എക്സ് ക്ലോസ് ഇന്റർവെൽ എവിടെ എടുത്താലും എക്സ് ഏതോ ഒരു ഇന്റർവെല്ലാണ്. ഓരോ ഇന്റർവെല്ലിലും നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഇമേജ് ആയിട്ട് അതിന്റെ അവസാനത്തെ പോയിന്റ് ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ എ പ്ലസ് കെ എച്ചും എക്സും ആ ഇന്റർവെല്ലിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. സോ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവും. പക്ഷെ ഈ വാല്യൂ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്നുള്ളത് നമ്മൾ എസ് എപ്സിലോൺ എന്നാണ് വിളിച്ചത്. സോ എഫ് ഓഫ് എക്സും എസ് എപ്സിലോൺ ഓഫ് എക്സും തമ്മിൽ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ. രണ്ടാമത് നോക്കൂ. Let I be a closed bounded interval and
f from I to r be continuous. Function uniformly continuous ആകും കാരണം closed bounded interval define ചെയ്ത continuous function ആണ്. Then there exists a continuous piecewise linear function. അപ്പോൾ ഞാൻ അടുത്തത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകുന്നത് ആ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷനുമായിട്ട് അതിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ഉണ്ടാവും. നേരത്തെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലേ പറഞ്ഞു, ഇവിടെ ലീനിയർ എന്താ ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയി ആൻഡ് പീസ് വൈസ് ലീനിയർ. അപ്പം മൊത്തത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, പകരം കുറെ സ്ട്രെയിറ്റ് ലൈനുകളുടെ കോമ്പിനേഷൻ ആണ്. ഇതിനാണ് പീസ് വൈസ് ലീനിയർ ആൻഡ് കണ്ടിന്യൂസ് ആണ്, അതായത് ഇതിന്റെ ഇടയിൽ ബ്രേക്ക് ഇല്ല. അപ്പൊ ഇങ്ങനെ ആണ് വരുന്നതെങ്കിൽ ഇത് പീസ് വൈസ് ലീനിയർ ആണ്, പക്ഷെ എന്തല്ല കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇവിടെ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ല ത്രൂ ഔട്ട്, പക്ഷെ പീസ് വൈസ് ലീനിയർ ആണ് ആൻഡ് ഓഫ് കോഴ്സ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം ഈ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനെ. നേരത്തെ പറഞ്ഞ അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ഞാൻ രണ്ടാമത് എഴുതുന്നില്ല, ഡയറക്റ്റ് അങ്ങ് എഴുതി പോകുന്നുള്ളൂ. നമ്മൾ ആ ഇന്റർവെലിനെ ക്ലോസ് ലെവൽ എ ബി എന്ന് വിളിക്കുന്നു. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a delta with whenever modulus of x minus u is less than delta, modulus of f of x minus f of u is less than epsilon. അത് നമുക്കറിയാം. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാഫിക്കലി ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കാം. ക്ലോസ് ഇന്റർവെൽ എ ബി നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം ഇതിനെ പല ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്യും? സോ ദാറ്റ് ലെങ്ത് ഓഫ് ഇന്റർവെൽ ലെസ് ദാൻ ഡെൽറ്റ, ആ രീതിയിൽ ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൂസ് എ നാച്ചുറൽ നമ്പർ m such that b minus a by m, b minus a ടോട്ടൽ ഡിവൈഡഡ് ബൈ m ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന രീതിയിൽ നമ്മൾ ഒരു m ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു m എക്സിസ്റ്റ് ചെയ്യും. എക്സിസ്റ്റൻസസ് നമുക്ക് ഏത് വെച്ച് പറയാൻ പറ്റും? ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ച് പറയാൻ പറ്റും. Now let h is equal to b minus a by m, then it is clearly less than delta ആണ്. h എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെയും വിഡ്ത്ത്. Now divide closed interval ab into non-overlapping intervals of the form. ഫസ്റ്റ് ഇന്റർവെലിനെ a plus h, അത് ഞാൻ ഇവിടെ എടുക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിട്ട്. ആൻഡ് അവിടുന്ന് അങ്ങോട്ട് നോൺ ഓവർലാപ്പിംഗ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. And I2 is equal to a plus h മുതൽ a plus h അവിടെ ഓപ്പൺ ആണ്, a plus 2h ക്ലോസ്ഡ്. ഇങ്ങനെ പോകുന്നു. ik എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ ik എന്ന് വിളിക്കാം. ik യുടെ ഇങ്ങനെ പോയിന്റ് പറഞ്ഞാൽ a plus k minus 1 into h മുതൽ ഇങ്ങനെ പോയിന്റ് a plus kh. ഇനി ഇവിടെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഫംഗ്ഷൻ വെച്ചല്ലേ. അപ്പൊ ഓരോ ഇന്റർവെലിലെയും പോയിന്റ്സിന്, അതായത് നമ്മൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ലെവൽ എ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ഇതിൽ ഏതെങ്കിലും ഒരു ik ആയിരിക്കും 4k is equal to 1 2 3 etc. അപ്പോൾ അത് എക്സ് ഈ ഇന്റർവെൽ ആണ് വരുന്നതെങ്കിൽ ആ ഇന്റർവെലിലെ എക്സിന് കറസ്പോണ്ടിങ്, ഇങ്ങനെ ഓരോ ഇന്റർവെലിലെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എക്സ് ഈ ഇന്റർവെൽ ആണെങ്കിൽ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടാവും, ഈ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സമയത്ത് ഇതിൽ ഓരോരുത്തർക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ഈ ഹൈറ്റ് എടുത്തത്. പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ല വേണ്ടത്, നമുക്കിവിടെ വേണ്ടത് ലീനിയർ ഫംഗ്ഷൻ ആണ്. അതിന് ഇവിടെ ഡിഫൈൻ ചെയ്തതാണ്. ഇതിൽ ഓരോരുത്തർക്കും ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇമേജ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റന്റ് വാല്യൂ അല്ല, പകരം ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. ആ വാല്യൂ ഈ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ് ആയിരിക്കും. അതായത് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ്, ഇതിന് കറസ്പോണ്ടിങ് നമ്മുടെ പുതിയ ഫംഗ്ഷനിൽ ഇതാണ്. സോ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് കുറവായതുകൊണ്ട് ഇത് ഫിഗർ ഞാൻ മാറ്റും. തീർച്ചയായും ഈ പോയിന്റ് എന്നുള്ളത് എഫ് ഓഫ് ഏതാ പോയിന്റ് a plus k minus 1 h ആണ്. അപ്പോൾ ഈ ഹൈറ്റ് is f of a plus k minus 1 h. So that point is a plus k minus 1 into h, comma f of a plus k minus 1 into h ആണ്. അതാണ് ഈ പോയിന്റ്. And this point is a plus kh, comma f of a plus kh. ഇനിയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഏത് ഈ ഇന്റർവെൽ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് അറിയാമെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, y minus y1 is equal to m into x minus x1. അപ്പൊ അതേ കാര്യമാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്.
x belongs to closed interval AB implies x belongs to IK for some k is equal to 1, 2, 3, etc. m. So closed interval AB എടുത്തു കഴിഞ്ഞാൽ അത് ഏതോ ഒരു IK ഉണ്ട്. Now define, ഞാൻ ഇവിടെ തൽക്കാലം എഴുതാണ്. Now define for each x belongs to IK. x ഇവിടെയാണെങ്കിൽ ഇതിൽ ഓരോ xന് കറസ്പോണ്ടിങ് ആയിട്ടും g epsilon of x is equal to, ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, g epsilon of x is equal to x IK ലാണെങ്കിൽ ആ IK യിലെ ഓരോ xന് കറസ്പോണ്ടിങ് ആയിട്ടും g epsilon of x ഞാൻ ഡിഫൈൻ ചെയ്യാണ്. g epsilon of x is equal to ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യണം. ഈ പോയിന്റ് എടുക്കുകയാണ്, x മൈനസ് a പ്ലസ് k മൈനസ് 1 ഇൻറ്റു h ഇൻറ്റു f ഓഫ് a plus kh minus f of a plus k minus 1 into h divided by a plus kh minus a plus k minus 1 into h plus f of a plus k minus 1 into h. ഇങ്ങനെ എഴുതുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മൾ പുതിയ ഫംഗ്ഷനിലെ y എന്ന് ഉദ്ദേശിക്കുന്നത് g epsilon of x ആണ്. y പുതിയ ഫംഗ്ഷനിലെ ഹൈറ്റ്, ഇതാണ് പുതിയ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ ഈ ഹൈറ്റിന് ഞാൻ അല്ലെങ്കിൽ ഈ പോയിന്റ് ഞാൻ എക്സ് വൈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ y എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന്റെ വാല്യൂ ആണ് അണ്ടർ ദ ന്യൂ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് g epsilon of x. സോ y minus y1 ഇതാണ് y1. So y minus y1 is equal to m into what is m? y2 minus y1. This is y2 minus y1. y2 minus y1 divided by x2 minus x1. This is x2 minus x1 into x minus x1. അപ്പോൾ ഞാൻ ഈ എഴുതിയ സമയത്ത് ഇത്തിരി കൺഫ്യൂഷൻ തോന്നി. ഇങ്ങനെ തന്നെ ടെക്സ്റ്റിലും കിടക്കുന്നത്. അത് ഇങ്ങനെ എഴുതാനുള്ള കാരണം അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? y minus y1, ഇതാണ് y1. y minus y1 is equal to m, രണ്ടായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടിയാണ് m. y2 minus y1 by x2 minus x1 into x minus x1. അപ്പൊ ആ പാറ്റേണിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന കാര്യം ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. എന്നിട്ട് ഈ y1 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, ഇത് ഇൻഡിപെൻഡന്റ് ടേം ആണ്. ഇത്രയും ആളുകൾ ഒറ്റ ടേം ആണ്, m into x minus x1. So y minus y1 is equal to m into x minus x1 എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ ഇതൊന്നും വായിക്കുകയാണ്, കാരണം ഇതിന്റെ മുകളിൽ ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡിഫൈൻ ചെയ്തു. എക്സ് ക്ലോസ്ഡ് ലെവലാണ്, എക്സ് ഏതോ ഒരു ഐക്യയില് വരും. ആ ഐക്യയിലെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിത് ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ദിസ് ഫംഗ്ഷൻ ഈസ് ലീനിയർ. ക്ലിയർലി g from closed interval ab to r is piecewise linear function. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്, കാരണം ഓരോ ഇന്റർവെല്ലും സ്ട്രൈറ്റ് ലൈൻസ് ആണ്. ഒരു ഇന്റർവെൽ എടുത്തു വേറെ സ്ട്രൈറ്റ് ലൈൻ, അടുത്ത ഇന്റർവെൽ എടുത്തു വേറെ സ്ട്രൈറ്റ് ലൈൻ, അടുത്ത ഇന്റർവെൽ എടുത്തു വേറെ സ്ട്രൈറ്റ്. സോ എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ആണ്. ഓഫ് കോഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കാനും പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്, ജോയിൻ ചെയ്യുന്നുണ്ട്. പീസ് വൈസ് ലീനിയർ
കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതൊന്നല്ല നമുക്ക് വേണം, നമുക്ക് വേറെ എന്തോ ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടെ വേണം. Now, modulus of f of x minus g epsilon of x, അതാണ് നമുക്ക് വേണ്ടത്. Modulus of f of x minus g epsilon of x എടുത്തു കഴിഞ്ഞാൽ this is equal to, അപ്പോൾ ഈ g epsilon of x എടുത്ത് ഞാൻ f of x മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇതിനോട് മൊത്തം f of x മൈനസ് ചെയ്യുന്ന f of x മൈനസ് ചെയ്യുന്ന ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ, ബാക്കി ഉള്ളത് രണ്ട് ടേം അല്ലേ. ഓക്കെ, ഇനി ഈ ടേമിലും എ പ്ലസ് കെ എച്ച് എ പ്ലസ് കെ മൈനസ് വൺ എച്ച്, അപ്പൊ രണ്ടുകൂടെ മൈനസ് ചെയ്ത് ആകെ എച്ച് വരുള്ളൂ. സോ അവിടെ എച്ച് ഉള്ളൂ. ആൻഡ് എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് വൺ ഇൻറ്റു എച്ച് അവിടെ ഉണ്ട്. അതിന്റെ മോഡുലസ് നമുക്ക് മോഡുലസിലോട്ട് പോകണമല്ലോ. ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ ഇൻറ്റു എച്ച് അതിന്റെ മോഡുലസ് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ ഇൻറ്റു എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ. എന്താ ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഈ ജി എപ്സിലോൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എഴുതി. സോ ഇത് ടോട്ടൽ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, മോഡുലസ് എടുത്തു. സോ ടോട്ടൽ മോഡുലസ്. പക്ഷെ മോഡുലസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് ഒരു ടേം പ്ലസ് വേറൊരു ടേം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ഇതിന്റെ മോഡുലസ് പ്ലസ് ഇതിന്റെ മോഡുലസ്. സോ ഇതിന്റെ മോഡുലസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ മോഡുലസ് വരുമ്പോൾ ഇത് എച്ച് ആയി. ഇതിന്റെ മോഡുലസ് ഉണ്ട്, ഇതിന്റെ മോഡുലസ്. ഇനി ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഐ കെ എന്ന് പറഞ്ഞ ഇന്റർവെൽ ഞാൻ എടുക്കുന്നത് വിചാരിക്കുക. സോ എക്സ് ഐ കെയില് ഒരാള് ആൻഡ് ഈ ലെങ്ത് ഇസ് ലെസ് ദാൻ ഡെൽറ്റ, ദിസ് ലെസ് ദാൻ ഡെൽറ്റ. സോ എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച്. സോ ഈ പോയിന്റ് ആണ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച്. അതും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏതിനേക്കാൾ ചെറുതാണ്? എച്ചിനേക്കാൾ ചെറുതാണ്. ഇവിടെ താഴെ എച്ച് ഉണ്ട്. സോ ദിസ് ടോട്ടൽ ഇസ് ലെസ് ദാൻ വൺ. That is less than 1. അപ്പൊ ഇവിടെ ആകെ നമുക്ക് ബാക്കി ഉണ്ടാവുക മോഡുലസ് ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. ഇത്രയാണ് ബാക്കി ഉണ്ടാവും. വീണ്ടും നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. എക്സ് ഇവിടെയാണ്, ഇതാണ് എ പ്ലസ് കെ എച്ച്. ഈ ലെങ്ത് എച്ച് ആണ്, ഇത് നമ്മുടെ ഡിഫറൻസ് എച്ച് ആണ്. സോ ഈ വിഡ്ത്ത് എന്തായാലും ഏതിനേക്കാൾ ചെറുതാണ്? ഡെൽറ്റനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതിൽ ഉള്ള ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനേക്കാൾ ചെറുതായതുകൊണ്ട് അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാണ്. ഞാൻ ഇവിടെ അവിടെ രണ്ട് ടേമുകളോട് എപ്സിലോൺ ബൈ 2 എടുക്കും. സോ നോക്കുക, ഈ ഇന്റർവെല്ലിലുള്ള രണ്ടുപേര്, ഈ ഇന്റർവെല്ലിലുള്ള രണ്ടുപേരല്ലേ എ പ്ലസ് കെ എച്ചും എ പ്ലസ് കെ മൈനസ് വൺ എച്ചും? എ പ്ലസ് കെ എച്ച് ഇവിടെ, എ പ്ലസ് കെ മൈനസ് വൺ എച്ച് ഇവിടെ. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഏതിനേക്കാൾ ചെറുതാണ്? ഡെൽറ്റനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോൺ ബൈ 2 ചെറുതാണ്. ആൻഡ് പ്ലസ് ഇതേപോലെ തന്നെ എക്സ് ഇവിടെ, എ പ്ലസ് കെ മൈനസ് വൺ എച്ച് ഇവിടെ. ഇവർ തമ്മിലുള്ള ഡിഫറൻസും ഏതിനേക്കാൾ ചെറുതാണ്? ഡെൽറ്റനേക്കാൾ ചെറുതാണ്. സോ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസും ഡെൽറ്റനെ എപ്സിലോൺ ബൈ 2 ചെറുതായിരിക്കും. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഈ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ ഏത് എക്സ് എടുത്താലും അത് ഏതോ ഒരു ഇന്റർവെലാണ്. ആ ഒരു ഇന്റർവെലിനകത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവസാനം ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. സോ എന്താ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്? യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബിനെ നമുക്ക് അതിനോട് വളരെ അടുത്തൊരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാം. പീസ് വൈസ് ലീനിയറിന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുള്ള മനസ്സിലാവും. അതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ കിട്ടുകയും ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ് ഇന്റർവെൽ എ ബി വിച്ച് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. ആദ്യത്തെ കേസിൽ അപ്രോക്സിമേറ്റ് ചെയ്തത് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അത് നമ്മൾ ക്ലോസ് ഇന്റർവെൽ എ ബിനെ പല ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് പുതിയൊരു ഫംഗ്ഷൻ എസ് എപ്സിലോൺ ഡിഫൈൻ ചെയ്തു. എസ് എപ്സിലോൺ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഓരോ ഇന്റർവെല്ലിലും അവിടുത്തെ സെക്കൻഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ഇതിൽ ഓരോ പോയിന്റിങ് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു.
അടുത്തതിലൂടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എസ് എപ്സിലോൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. രണ്ടാമത്തേൽ നമ്മൾ ചെയ്തത് ഇതേപോലെ തന്നെ ചെയ്തു, പക്ഷെ ഓരോ ഇന്റർവെൽസും സബ് ഇന്റർവെൽസും നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഇന്റർവെല്ലിൽ 2 പോയിന്റ്സിലെയും ഫംഗ്ഷന്റെ വാല്യൂ നോക്കി, എന്നിട്ട് ഇതിലുള്ള ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ ജോയിനിങ് ദ എൻഡ് പോയിന്റ്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ, പുതിയ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. അതൊരു പീസ് വൈസ് ലീനിയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ് ആ രണ്ടാമത്തെ ലീനിയർ ഫംഗ്ഷൻ വളരെ ക്ലോസ് ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ആ ഈ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ അപ്രോക്സിമേഷൻ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരും.